പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഒരു രാജാവ് ദാനിയേലിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ബാലിനെ ആരാധിക്കാത്തത്? നമുക്ക് ആ വചനം ശ്രവിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം ശ്രവിക്കാം. രാജാവ് അവനോട് ചോദിച്ചു, എന്താണ് നീ ബാലിനെ ആരാധിക്കാത്തത്? അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെ മേൽ ആധിപത്യം ഉള്ളവനും ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. നമ്മൾ ദൈവമായ കർത്താവിൻ്റെ കീഴിലാണ് എല്ലാ ക്രിസ്ത്യാനികളും മനുഷ്യരും ജീവിക്കേണ്ടത്. കാരണം അവൻ ജീവനുള്ള ദൈവമായ കർത്താവാണ്. അവനെ എതിരെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം നശിച്ചു പോകും. സാത്താന് ഒരു അധികാരമുണ്ടാവും. ദൈവമായ കർത്താവ് അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തിൽ കുടുംബം വയ്ക്കുമ്പോഴോ കല്യാണത്തിനോ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഒന്നാം സ്ഥാനം കർത്താവിനല്ലാതെ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സാത്താന് ഒരു അവകാശം ഉണ്ടാവും. അതോടെ നമ്മുടെ ജീവിതം നശിച്ചു പോകും. ശ്രദ്ധിക്കണം. ദൈവമായ കർത്താവ് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ആ കർത്താവിൽ നമുക്ക് ആശ്രയം വയ്ക്കാം, അഭയം തേടാം. ഹല്ലേലൂയ.